നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലാണ്. താഴെ കാണുന്ന മറ്റേ ഫയർഫോഴ്സിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെയാണ്. മേളോട്ട് മേളിൽ വീടുണ്ട്. ഇവിടുന്ന് കുറേ ദൂരം മേപ്പോട്ട് നടക്കണം കേട്ടോ. നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വണ്ടി ഇല്ല അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് താഴെയായിട്ട്. പിന്നെ നമ്മൾ എപ്പോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി വരുന്ന വഴിക്കായിട്ട് കടകളൊക്കെ ഉണ്ട്. വണ്ടി താഴെ വെച്ചിട്ട് കയറി വരുന്നതായിരിക്കും നല്ലത് നമുക്ക്. കാരണം അത് നല്ലൊരു ചെങ്കുത്തായ ഒരു കയറ്റമാണ്. മുകളിൽ ചിലർ വണ്ടിയൊക്കെ കയറ്റും, താഴെ വയ്ക്കുന്നതാണ് സേഫ്. അപ്പോൾ തണ്ടി ഇതിൻ്റെ ഈ പാറയുടെ മുകളിലായിട്ട് ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. ശ്രീ ദക്ഷിണമൂർത്തി ക്ഷേത്രമാണ് സ്ഥിതി ചെയ്യുന്നത്. ചുട്ടിപ്പാറ താഴേന്ന് കയറി വന്ന് ഇത്രയും കയറ്റം കയറി വന്നു. അപ്പോൾ നമുക്ക് ദൂരെ അങ്ങ് കാണാൻ കഴിയുന്നുണ്ട്. പത്തനംതിട്ടയാണ് ആ കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ ഇത്രയും കയറിയപ്പോഴേക്ക് അണപ്പ് തുടങ്ങി. ഈ കയറ്റം കയറി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനിയും കുറേ സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളെല്ലാം നമ്മൾ കയറണം. ഇത് വരുന്ന വഴിയിൽ ഈ സ്റ്റെപ്പുകളിലൊക്കെ കണ്ട് ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ഈ പണിത ആൾക്കാരുടെ പേരാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ട് അറിയത്തില്ല. ഫുള്ള് എഴുതിയിട്ടുണ്ട്. ഈ മോളിയും താപ്പോട്ട് എഴുതിയിട്ടുണ്ട്. ഈ പായലൊക്കെ കാരണമാണ് അത് കാണാൻ പറ്റാതെ. നമ്മൾ താഴേന്ന് കയറി വന്നതാണ്, എല്ലാ ഭാഗങ്ങളാണ് കയറി വന്നത്. അതുകൊണ്ട് ആ താഴെ മെയിൻ ഗേറ്റ് അവിടെ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കയറി വന്ന് ഇത്ര ഇനിയതുകൊണ്ടില്ല. കുറേയും കൂടെ ഉണ്ട്, കുറേ സ്റ്റെപ്പും കൂടെ ഉണ്ട്. ഇതിൻ്റെ മുകളിൽ ഇതുകൊണ്ട് വേറൊരു കടയും കൂടെ ഉണ്ട്. വരുന്നവർക്ക് വേറൊരു ചെറിയൊരു പെട്ടിക്കട. കുറേ സൂര്യനൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, അടിപൊളിയല്ലേ? ഓ, അങ്ങനെ നമ്മൾ ഏകദേശം പാറയുടെ മുകളിലെത്തി. എന്നിട്ട് നമ്മുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന പത്തനംതിട്ട ഭാഗങ്ങളാണ് ഈ കാണുന്നത്. തൊട്ടപ്പുറത്തോട്ട് പള്ളി കാണാം. അതുകൊണ്ട് ഈ ഭാഗത്തായിട്ടൊരു വാട്ടർ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. സുഹൃത്തുക്കളപ്പോൾ നമ്മൾ പത്തനംതിട്ട വന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ട സുഹൃത്തുക്കളാണ്. പേരെന്താ പറയാ? പേര് പറയാം. നിങ്ങളപ്പോൾ നമ്മുടെ തൊട്ട് പറയുന്നതാണ് കണ്ടില്ല, ഫ്രണ്ടിൽ കാണുന്നതാണല്ലോ മറ്റേ ഒരു അമ്പലമുണ്ട്. തൻ്റെ ഒരു സർപ്പക്കാവ് പോലത്തെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഓരോ മലകളാണ്. ഇവിടെ ഒരു 3 മലയായിട്ട് കാണുന്നത്. ഇതുണ്ട് നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ കണ്ടല്ലോ. 1, 2, 3 മലയാണ്. ആ ഫസ്റ്റ് കണ്ട മലയിൽ നിന്ന് ഇറങ്ങി അടുത്ത് കണ്ട ഒരു മലയുണ്ട്, പാറയിലോട്ട് കയറാൻ പോണേ. പാറയിലോട്ട് പോകുമ്പോൾ ചെറിയൊരു കാടുണ്ട്, കാട്ടിനകത്തോട്ട് വേണം പോകാൻ. അങ്ങനെ നമ്മളിനി അടുത്തൊരു പാറയിലോട്ട് കയറാൻ പോകണേ. ഇപ്പം പാറ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയും കുറേ സ്റ്റെപ്പുകൾ വെട്ടിയേക്കുണ്ട്. പാറയിൽ തന്നെ കുറേ സ്റ്റെപ്പുകൾ വെട്ടിയേക്കോണേ. ഇപ്പം നമ്മൾ വന്നേക്കുന്ന ഒരു മഴയില്ലാത്ത സമയത്താണ്. വൈകുന്നേരം ഒരു 6:30 ആയിട്ടുണ്ട്. അപ്പം വരുന്നവരൊക്കെ ഒരു മഴയില്ലാത്ത സമയത്ത് വരുന്നതായിരിക്കും നല്ലത്. ഫുള്ള് പായലൊക്കെ ആയിരിക്കും, തന്നലും. അതുകൊണ്ട് മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് വരുന്നതാണ് നല്ലത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും സെൻട്രലിലുള്ള പാറയാണ്. അപ്പോൾ ഈ പാറയുടെ മുകളിൽ കയറി നമുക്ക് 360 വ്യൂ ആണ്, ഫുള്ള് കാണാം. സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിനി തൊട്ടടുത്തൊരു ഗുഹയുണ്ട്. ഈ പാറയുടെ മുകളിലായിട്ട് തൊട്ടടുത്തൊരു ഗുഹയുണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോവാണ്. ഇത് പൂട്ടിയിട്ടേക്കുവാണ്. പാറയുടെ മുകളിൽ കാണുന്ന ഗുഹയിലേക്ക് നമ്മൾ വന്നേക്കുക. അടുത്ത് പൂട്ടിയിട്ടേക്കുക. അത് വിളക്കൊക്കെ വയ്ക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ഭാഗത്താണ് നിന്നത്. അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നതാണ്. പാറയുടെ മുകളിൽ തൊട്ട് നമ്മുടെ ഫ്രണ്ടിൽ കണ്ട് ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ട്. മഴ പെയ്ത് കഴിയുമ്പോൾ ഫുള്ള് വെള്ളം, ചെറിയൊരു വെള്ളമാണ്, ചെറിയൊരു വെള്ളക്കെട്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പം എന്തെങ്കിലും തെറ്റുകളൊക്കെ കൊണ്ട് ക്ഷമിക്കുക. അപ്പം നമ്മൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ.